ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. പഴവും പപ്പടവും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു പാനിലേക്ക് ഞാൻ 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് റോസ്റ്റായി വന്നാൽ അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിൽ നിന്ന് നമുക്കിത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അധികം പഴുക്കാത്ത പഴമാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് വേവിച്ചിട്ട്, അതായത് നമ്മളൊന്ന് സ്റ്റീം ചെയ്തിട്ട് ആവി കയറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ, നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിത് ഈ നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഈ പഴത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നെയ്യുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ നമ്മളിതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ തവി വെച്ചിട്ട് അതൊക്കെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. നമ്മുടെ ഈ പഴം എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് മധുരത്തിനായിട്ട് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും മധുരത്തിനായിട്ട് യൂസ് ചെയ്യാം. ശർക്കരയാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ 2 അച്ച് ശർക്കര ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ മിക്സിയുടെ ജാർ അല്ലെങ്കിൽ നിങ്ങളൊരു വെയിറ്റ് വെച്ചിട്ട് കുത്തിയെടുത്താലും മതി. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് ഇത്തിരി വാട്ടറി ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പഴം നല്ല പഴുത്തതിൻ്റെ പേരിൽ അത്യാവശ്യം മധുരമുണ്ട് പഴത്തിൽ തന്നെ. അപ്പോൾ ഈ 2 അച്ച് ശർക്കര തന്നെ ധാരാളമാണ് ഈ ഒരു പായസത്തിൻ്റെ മധുരത്തിനായിട്ട്. ഇപ്പോൾ നിങ്ങളെടുക്കുന്ന ശർക്കര അതിൽ വേസ്റ്റ് ഉണ്ട് എന്നൊരു ഫീലൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ശർക്കരപ്പാനി ചെയ്തെടുത്തിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ഉരുകി വന്നാൽ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ 2ാം പാല്, അതായത് അധികം കട്ടിയില്ലാതെ പാലെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പഴം ഒന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പഴത്തിൻ്റെ ഫ്ലേവർ എല്ലാം പാലിലേക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അളവിൽ 1ാം പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെടുത്ത പഴത്തിൻ്റെ അളവ് 2 വലിയ സൈസിലുള്ള പഴം കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള അളവാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെറിയ പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവൊന്നും കുറച്ചിട്ട് ചെയ്യാം. ഇതേ സെയിം റെസിപ്പി നിങ്ങൾക്ക് പശുവിൻ പാലിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇന്നത്തെ താരം പപ്പടമാണ്. ഞാനിവിടെ 3 പപ്പടം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പപ്പടമൊക്കെ ചേർത്താൽ എന്താകും ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ. നല്ല കിഡിലൻ ടേസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ആക്കി നോക്കണം. കാരണം പായസം പപ്പടം ഒരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ആക്കി നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പപ്പടം വേണ്ട എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പപ്പടം ഇല്ലാതെ ഈ പഴത്തിൻ്റെ ഫ്ലേവറിലുള്ള ഈ ഒരു പായസം കഴിക്കാനായിട്ട് നല്ല കിഡിലൻ രുചിയാണ്. അപ്പോൾ പപ്പടവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ചൂടായാലും മാത്രം മതി. ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എനിക്കുറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഓണത്തിന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരണം. നമുക്കിത് ടെസ്റ്റിമോണിയൽസിൽ ഇടാം. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.